വെൽക്കം ബാക്ക്. അപ്പോഴും അതാ വിഷുവിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ. കണി വയ്ക്കാനുള്ള രാത്രി 10:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അയാനുണ്ടായിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കണി വയ്ക്കുന്നത്. അത് അരിയൊക്കെ വാരി തിന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്താ പറയുക, ഫസ്റ്റത്തെ അയാൻ ജനിച്ചിട്ട് ഫസ്റ്റത്തെ വിഷു ആയപ്പോഴേക്കും എൻ്റെ അച്ഛൻ മരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കണി വെച്ചില്ലായിരുന്നു. അപ്പോൾ അനിയേട്ടനും മാളുമൊക്കെയാണ് ചെയ്തത്. ഇതിപ്പോൾ സെക്കൻഡ് ഇയറായി. അപ്പോൾ അതാ ഞാനത് കണി വയ്ക്കുകയാണ്. രാത്രി ഒന്നും ശരിക്കും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എന്നാൽ പിന്നെ മോർണിംഗിലാവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും അവൻ ഉറങ്ങി, ഞാനും ഉറങ്ങി. അവനൊരു 5 മണിക്ക് എണീറ്റു. കുളിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനൊക്കെ പിന്നൊക്കെ സെറ്റ് ചെയ്യാൻ നിന്നത്. വലിയ അലങ്കാരത്തിനൊന്നും നിന്നില്ല. പ്രത്യേകിച്ച് അധികം ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നു. മോനെ വെച്ചിട്ട് എനിക്ക് മേടിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. എന്നാലും ഉള്ളതുകൊണ്ട് ഞാൻ ഒക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വിളക്കൊക്കെ കത്തിച്ച് കേട്ടോ. പിന്നെ ലൈറ്റൊന്നും ആക്കിയില്ല. മോർണിംഗ് നീറ്റാൽ വീണ്ടും സീനാവും. അപ്പോൾ വേഗം വിളക്കൊക്കെ കത്തിച്ചു. അപ്പോൾ ഇതാ ലൈറ്റൊന്നും ഇടാതെ ഞാൻ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്, ഇത്രേ ക്ലിയറുള്ളത്. പിന്നെ ഞാൻ ലൈറ്റൊക്കെ ഓണാക്കിയിട്ടാണ്. ഇനിയിപ്പോൾ ഇവിടെ വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഒക്കെ തറവാട്ടിലാണ് കേട്ടോ ഫുഡ്. സദ്യ അവിടെയാട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ കുക്കിംഗ് ഒന്നുമില്ല. പിന്നെ അതാ മോന് കുറച്ച് കഴിയുമ്പോൾ തന്നെ എണ്ണീറ്റു കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക, അവനെ എണീപ്പിച്ച് കണിയൊക്കെ കാണിപ്പിച്ച് ഫസ്റ്റ് അവനാട്ട കണി കണ്ടത്. എന്നിട്ടാണ് മാളൂനെ കാണിപ്പിച്ചത്. വിളക്ക് കത്തിച്ചതിന് ശേഷം ഞാൻ ഫോട്ടത്തിൻ്റെ അവിടെയും വിളക്ക് കത്തിച്ചു. അപ്പോൾ അയാനൊക്കെ എണീറ്റ് വന്ന് കണി കണ്ടിട്ടുണ്ട് കേട്ടോ. 6 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. ആൾ എണീറ്റിട്ടുണ്ട്. അതൊക്കെ കണിയൊക്കെ കണ്ടിട്ടൊക്കെ എന്താ സംഭവിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. ആ വിളക്കൊക്കെ കത്തിച്ചപ്പോൾ ഫസ്റ്റ് ടൈമാണ്. ജസ്റ്റ് ഒരു അറിവ് വെച്ചതിൻ്റെ ശേഷം ഫസ്റ്റ് ടൈമല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുന്നുണ്ട് എന്താന്ന്. പിന്നെ മാളു എണീറ്റ് കണ്ടു. ഇതാണ് കേട്ടോ മാളുവിൻ്റെ വിഷുക്കോടി. അയാൻ്റെ വിഷുക്കോടി ഏതാ, ട്രൗസറൊന്നും ഇട്ടില്ല. അപ്പോൾ അവന് വിഷു കൈനീട്ടം കൊടുത്തു. ആദ്യം മാളുവിന് കേട്ടോ കൊടുത്തത്, പിന്നെ അവന് കൊടുത്തു. അവൻ ടി വിയിലാട്ടോ ശ്രദ്ധ. പിന്നെ തറവാട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ കുറ്റിപ്പുറത്തേക്ക് പോന്നു കേട്ടോ. കുറ്റിപ്പുറത്ത് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു എൻ്റെ ബ്രദറിൻ്റെ കൂടെ. അപ്പോൾ ആൾ കുറച്ച് പൂത്തിരിയും മേശപ്പൂത്തിരിയൊക്കെ മേടിച്ച് വെച്ചിരുന്നത്. അതൊക്കെ അതാ പൊട്ടിച്ചു, കത്തിച്ചു. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഷു. പോലെ ഒന്നും ഇല്ലെങ്കിലും അതേപോലെ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി അങ്ങനെയൊന്നും ആവുന്നില്ല. അപ്പോൾ